ഗൈസ് ജെഫോട്ടെക്കിന്റെ പുതിയ വീട്ടിലേക്ക് എല്ലാവരും സ്വാഗതം. അപ്പോൾ ഗൈസ് നമ്മൾ ഓരോ ദിവസം നമ്മുടെ ഫാമിലിക്ക് ഉപകാരപ്പെടുന്ന ഓരോരോ വീഡിയോസാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾ തമ്മിൽ കണ്ടുണ്ടാവും. ഒരു അഡാർ വീഡിയോ ആണ്. ഒരുപാട് പേർക്ക് സാധാരണക്കാരായ ആൾക്കാർക്ക് ഉപകാരപ്പെടുന്ന വീഡിയോ ആണ് ഇന്ന്. ഇപ്പോൾ നിങ്ങൾക്കറിയാം, നമ്മളെല്ലാവരും യൂട്യൂബിൽ വീഡിയോ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഹാഷ്ടാഗ് കൊടുക്കണം, വൈറലായിട്ടുള്ള ഹാഷ്ടാഗ് കൊടുക്കണം, അല്ലെങ്കിൽ ട്രെൻഡിങ് ആയിട്ടുള്ള ഹാഷ്ടാഗ് കൊടുക്കണം, അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ചാനൽ സെർച്ചിങ്ങിന് വരാൻ വേണ്ടി കീവേഡ്സ് കൊടുക്കണം. ഇതൊക്കെ നിങ്ങൾക്കറിയാം. അതായത് ഒരു ലോങ് വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്താണ്, ഷോർട്ട് വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്തും അത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നൊക്കെ നമ്മൾ ഒരുപാട് വീഡിയോ മുമ്പ് ചെയ്തിട്ടുണ്ട്. ഷോർട്ട് വീഡിയോ എങ്ങനെയാണ് കറക്റ്റായിട്ട് അപ്ലോഡ് ചെയ്യേണ്ടത്, ലോങ് വീഡിയോ എങ്ങനെയാണ് കറക്റ്റായിട്ട് അപ്ലോഡ് ചെയ്യേണ്ടത്. പക്ഷെ അതൊക്കെ നമ്മൾ കാണിച്ചിട്ടുണ്ടെങ്കിലും അതിൻ്റെ അകത്തുള്ള ഹാഷ്ടാഗുകൾ എങ്ങനെ വൈറലാണ് ഹാഷ്ടാഗുകൾ എടുക്കാം, മനസ്സിലായില്ലേ? അതായത് ഒരു ഹാഷ്ടാഗ്, അതായത് ഒരു ഷോർട്ട് വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെതായിട്ടുള്ള ഹാഷ്ടാഗുകൾ കൊടുത്തു കഴിഞ്ഞാൽ മാത്രമേ ലോങ് വീഡിയോ കൂടുതൽ സെർച്ചിങ്ങിൽ വരികയും നമ്മുടെ വീഡിയോ വൈറലാവുള്ളൂ. അതേപോലെ തന്നെ ലോങ് വീഡിയോയും ഹാഷ്ടാഗ്, പിന്നെ ലോങ് വീഡിയോക്കാണെങ്കിൽ കീവേഡ്സ് ഒരുപാട് കൊടുക്കണം. അപ്പം അങ്ങനെയുള്ള കീവേഡ് കൊടുക്കുമ്പോൾ ആൾക്കാർ സെർച്ചിങ്ങിൽ വരും. കൂടുതൽ നമ്മുടെ വീഡിയോ കണ്ടന്റ് നല്ലതാണെങ്കിൽ ആൾക്കാർ കൂടുതൽ നേരം കാണും, നമ്മുടെ വീഡിയോ അതും വൈറലാവും. ഓക്കെ, പിന്നെ അങ്ങനെ എല്ലാ രീതിയിലും ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഗൂഗിളിൽ കയറി സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നല്ല മര്യാദക്കുള്ളൊന്നും കിട്ടണമെന്നില്ല. അതായത് ആവശ്യമുള്ള സാധനങ്ങളൊന്നും കിട്ടണമെന്നില്ല. അത് കിട്ടിയാൽ തന്നെ ഒരുപാട് സ്ഥലത്തോട്ട് ഇങ്ങനെ കുത്തി കയറിപ്പോയി അങ്ങോട്ടും ഇവിടെയൊക്കെ കയറി കഴിഞ്ഞാലൊക്കെ ഈ സാധനങ്ങളൊക്കെ കിട്ടുള്ളൂ. അപ്പം ഞാൻ ഇത് നമ്മുടെ സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പം നമ്മൾ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് ഗൈസ്, നിങ്ങൾക്ക് എല്ലാവർക്കും ഏത് സാധാരണക്കാരൻ വെച്ചാൽ എഴുത്തും വായനയും അത്യാവശ്യം അറിയാവുന്ന ഏത് സാധാരണക്കാരനും നമ്മുടെ വീഡിയോ വൈറലാക്കാനുള്ള ഹാഷ്ടാഗുകളും കീവേഡ്സും നിങ്ങൾക്ക് വേണേൽ ക്യാപ്ഷൻ വരെ, നിങ്ങൾക്ക് എന്ത് വേണോ, നിങ്ങൾക്ക് യൂട്യൂബിൻ്റെ കാര്യം മാത്രമല്ല എന്ത് കാര്യം നിങ്ങൾ ഗൂഗിളിൽ സെർച്ച്, നിങ്ങൾക്കറിയാം നമുക്ക് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലോകത്തുള്ള എന്ത് കാര്യങ്ങളും നമുക്ക് തപ്പിക്കണ്ടുപിടിക്കാനാവും. പക്ഷേ അതേപോലെ തന്നെ നമുക്ക് വാട്സപ്പിൽ തപ്പിയാൽ കിട്ടുന്ന ഒരുപാട് സംഭവങ്ങൾ നമുക്ക് എന്ത് സെർച്ച് ചെയ്താലും നമുക്ക് കിട്ടുന്ന ഒരു ഓപ്ഷൻ നമുക്ക് വാട്സപ്പിൽ അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു സംഭവം വെച്ചിട്ട്, വാട്സപ്പിലെ ഈ ഒരു സംഭവം വെച്ചിട്ട് നിങ്ങൾക്ക് യൂട്യൂബ് ചാനലിൽ നിങ്ങളുടെ വീഡിയോസ് വൈറലാക്കാനാവും. 100% എനിക്ക് ഉറപ്പാണ്. അപ്പോൾ നമ്മുടെ അറിവില്ലായ്മ കൊണ്ടാണ് നമ്മുടെ യൂട്യൂബിലെ വീഡിയോസ് വൈറലാകാത്തത്. അതായത് നമ്മൾ കൊടുക്കേണ്ട കാര്യങ്ങൾ ശരിയായ രീതിയിൽ കൊടുക്കാത്തതുകൊണ്ടാണ് യൂട്യൂബിലെ വീഡിയോസ്. എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. അപ്പം എനിക്ക് ഡൗട്ട് ഉള്ളത് കൊണ്ട് തന്നെ ഞാൻ ഒരുപാട് കാര്യങ്ങൾ ഞാൻ ആ സംഭവത്തിൽ കയറി സെർച്ച് ചെയ്ത് നോക്കി. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം AI എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ നമ്മുടെ വാട്സപ്പിൻ്റെ അകത്ത് അവൈലബിൾ ആയിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും വന്നോ എനിക്കറിയത്തില്ല. വന്നിട്ടില്ലെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് അപ്ഡേറ്റ് ചെയ്താൽ മതി കേട്ടോ. അപ്ഡേറ്റ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ആ ഓപ്ഷൻ വരും. അപ്പോൾ അവിടെ നമുക്ക് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, ലോകത്തുള്ള എന്ത് കാര്യം നമ്മൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ സ്പോട്ടിൽ സെക്കൻഡുകൾക്കുള്ളിൽ നമുക്ക് അതിനുള്ള ആൻസർ കിട്ടും. അപ്പോൾ യൂട്യൂബ് നമ്മുടെ ആ സംഭവം ഇപ്പം യൂട്യൂബിൻ്റെ ആണ്. ഏത് കാര്യം നമുക്ക് സെർച്ച് ചെയ്യാം, എന്ത് വിഷയം കൊണ്ട് നമുക്ക് സെർച്ച് ചെയ്താൽ കിട്ടും. പക്ഷേങ്കിൽ നമ്മുടെ ഇപ്പോഴത്തെ സംഭവം, നമ്മുടെ ഇപ്പോഴത്തെ ആവശ്യം യൂട്യൂബ് വീഡിയോ വൈറലാക്കാനുള്ള കാര്യങ്ങൾ ചെയ്യാന്നുള്ളതാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എങ്ങനെ സെർച്ച് ചെയ്തെടുക്കാം, നിങ്ങൾക്ക് സെർച്ച് ചെയ്താൽ എന്തൊക്കെ ഐറ്റംസ് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും എന്നാണ് ഞാൻ ഇന്ന് കാണിക്കാൻ പോകുന്നത്. അപ്പം ഏത് സാധാരണക്കാർക്കും നോക്കിക്കഴിഞ്ഞാൽ സുഖമായിട്ട് സെർച്ച് ചെയ്തെടുക്കാം. ആ സംഭവങ്ങൾ കോപ്പി ചെയ്യരുത്. നിങ്ങൾ നേരെ അത് പോയി ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടായാലും ഹാഷ്ടാഗുകൾ നിങ്ങൾക്ക് പോയി ടൈപ്പ് ചെയ്ത് കൊടുക്കണം നിങ്ങളുടെ ചാനലിനകത്ത്. നിങ്ങൾ ഒരിക്കലും അവിടെ പോയിട്ട് കോപ്പി ചെയ്തുകൊണ്ട് പേസ്റ്റ് ചെയ്യരുത്, അത് നമുക്ക് മോശമാണ്. അപ്പോൾ നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഈ കാര്യങ്ങൾ നിങ്ങൾക്ക് നിങ്ങളുടെ ചാനൽ വൈറലാക്കാനുള്ള എല്ലാവിധ കാര്യങ്ങളും അവിടെ ഉണ്ടാവും. കീവേഡ്സ് ആയാലും ഹാഷ്ടാഗുകൾ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ഗൈസ്, നമ്മൾ വാട്സപ്പ് ഓപ്പൺ ആക്കാൻ പോവാണ്. നമ്മൾ വാട്സപ്പ് ജസ്റ്റ് ഓപ്പൺ ആക്കുന്ന സമയത്ത് നിങ്ങൾക്കറിയാം നമ്മുടെ ചാറ്റിംഗ് ഹിസ്റ്ററി ഒക്കെ ഉണ്ടാവും, ഞാൻ കാണിക്കുന്നില്ല. അപ്പോൾ ഗൈസ്, നിങ്ങൾക്ക് നിങ്ങളുടെ ഏകദേശം പേർക്ക് ഓപ്പൺ ആക്കിയിട്ടുണ്ടാവും. ഓപ്പൺ ആയിട്ടില്ലെങ്കിൽ അതാ ഓപ്പൺ ആയിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വാട്സപ്പിൽ ഇങ്ങനെ ഒരു ഓപ്ഷൻ ആയി കിട്ടും. അതായത് ആസ്ക് മെറ്റ AI ഓർ സെർച്ച് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഒപ്പം അവൈലബിൾ ആയിട്ടുണ്ട് നമ്മുടെ വാട്സപ്പിൽ. നിങ്ങൾക്ക് ഇവിടെ കാണാൻ മേലെ ആസ്ക് മെറ്റ AI ഓർ സെർച്ച്, അതായത് മെറ്റ വെച്ചിട്ടുള്ള ഒരു സംഭവമാണ്. നമുക്ക് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഏത് വിഷയവും നമുക്ക് കിട്ടും. അപ്പം ഞാൻ ജസ്റ്റ് ഇവിടെ നിന്ന് സെർച്ച് ചെയ്യാൻ പോവാണ്. നിങ്ങൾക്ക് കാണാം ഇവിടെ ഞാൻ സെർച്ച് ചെയ്യാൻ പോകണം കേട്ടോ. ഞാൻ സെർച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം ഞാൻ ജസ്റ്റ് സെർച്ച് ചെയ്യാൻ പോകണം എൻ്റേതായ കാര്യങ്ങൾ. ഇപ്പം ഞാൻ സെർച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാലോ, നമുക്ക് എൻ്റെ ചാനൽ ടെക് ചാനലാണ്. അപ്പോൾ എന്താണ് ടെക്, ഞാൻ ജസ്റ്റ് സെർച്ച് ചെയ്യുന്നുള്ളൂ, നിങ്ങൾ കണ്ടോണം. ഞാൻ സെർച്ച് ചെയ്യണം, എനിക്ക് ഹാഷ്ടാഗുകളാണ് വേണ്ടത്. ഓക്കെ, ആദ്യം നമ്മൾ ഹാഷ്ടാഗ് സെർച്ച് ചെയ്യാം. അപ്പോൾ വൈറൽ അല്ല, യൂട്യൂബ് എന്നാണ് അടിക്കാം. യൂട്യൂബ് വൈറൽ ഹാഷ്ടാഗ്സ് ഫോർ ടെക് ചാനൽസ്. ഓക്കെ,
ഇപ്പോൾ ഇവിടെ ഞാൻ ഇങ്ങനെ ടൈപ്പ് കൊടുത്തിട്ടുണ്ട് യൂട്യൂബിൽ ടെക് ചാനലിലെ വൈറൽ ഹാഷ്ടാഗുകൾ എന്തൊക്കെയാണ്. ജസ്റ്റ് സെർച്ച് ചെയ്തേ ഉള്ളൂ. നിങ്ങൾ ഒരുപാട് പേര് അവരോട് ഇവരോടൊക്കെ ചോദിച്ചിട്ടൊക്കെ ഇടുന്നുണ്ട്. പക്ഷേ അതൊന്നും ശരിയാണോന്നില്ല. നിങ്ങൾക്ക് ജസ്റ്റ് ഒറിജിനൽ ആയിട്ടുള്ള മറുപടി കിട്ടാൻ വേണ്ടിയാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഞാൻ ജസ്റ്റ് സെർച്ച് ചെയ്യാണ്. ഓക്കെ, ഇതാ നമ്മളിവിടെ യൂട്യൂബ് വൈറൽ ഹാഷ്ടാഗ് ഫോർ ടെക് ചാനൽ ജസ്റ്റ് അടിച്ചതേ ഉള്ളൂ. ദാണ്ട വന്നേക്കുന്നു, സെക്കൻഡ് കൊണ്ട് ഇതാ ഇവിടെ എഴുതി വെച്ചേക്കുന്നു. ഹിയർ ആർ സം പോപ്പുലർ യൂട്യൂബ് വൈറൽ ഹാഷ്ടാഗ്സ് ഫോർ ടെക് ചാനൽസ്. നോക്ക്, ടെക് ന്യൂസ്, ഗാഡ്ഗറ്റ്സ്, ടെക് റിവ്യൂസ്, സ്മാർട്ട് ഫോൺസ്, ഇന്നോവേഷൻ, ഫുൾ ടെക്, ഗാഡ്ജസ്റ്റ് റിവ്യൂസ്, ടെക് ടിപ്സ്, ഹൗ ടു, അൺബോക്സിങ്, ടെക് ട്രെൻഡ്സ്. ഇതൊക്കെ നമുക്ക് ടെക് ചാനൽ കൂടുതൽ വൈറലാകാനുള്ള ഹാഷ്ടാഗുകളാണ്. നിങ്ങൾക്ക് ആർക്കും ചിലപ്പോൾ അറിയത്തുണ്ടാകാത്ത കാര്യമാണ്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു സംഭവം നിങ്ങളെ കാണിച്ചു തരാൻ പോകുന്നത് കേട്ടോ. അപ്പം യു ക്യാൻ ഓൾസോ യൂസ് നെക്ക് സ്പെസിഫിക് ഹാഷ്ടാഗ് ലൈക്ക് ആൻഡ്രോയിഡ്, iOS, ഗെയിമിങ്, ലാപ്ടോപ്പ് ഉണ്ടോ, ഒരുപാട് ഹാഷ്ടാഗ്. റിമെമ്പർ കീപ്പ് യുവർ ഹാഷ്ടാഗ് റെലവൻറ്റ് ടു ദ കണ്ടന്റ് ഓഫ് യുവർ വീഡിയോ. അതായത് നിങ്ങളെ കണ്ടന്റിനനുസരിച്ചുള്ള ഹാഷ്ടാഗുകൾ ഇവിടെ ജസ്റ്റ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. നിങ്ങൾ എല്ലാ ഹാഷ്ടാഗും കയറി കോപ്പി ഇട്ട് കൊടുക്കാണ്ട് നിങ്ങളുടെ ഏതാണോ നിങ്ങളുടെ കണ്ടന്റ്, ടെക് ചാനലിലെ കണ്ടന്റ്, അതിനനുസരിച്ചുള്ള ഹാഷ്ടാഗുകൾ നിങ്ങൾക്ക് അവിടെ ഇട്ട് കൊടുക്കാം. ഇതിപ്പോൾ ഞാൻ അവിടെ ജസ്റ്റ് ടെക് ചാനലിനാണ് അടിച്ചു കൊടുത്തത്. ഇനി നമ്മൾ അടിച്ചു കൊടുക്കുന്നത് അതായത് ഒരു ഞാൻ പറഞ്ഞുതരാം, അതൊരു കുക്കിംഗ് ചാനലിൻ്റെ അടിച്ചു കൊടുക്കാം. ഓക്കെ, അപ്പം കുക്കിംഗ് മലയാളത്തിൽ വേണം നമുക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കാം കേട്ടോ. മലയാളം കുക്കിംഗ് ചാനൽസ് വൈറൽ ഹാഷ്ടാഗ്. ഓക്കെ, വൈറൽ ഹാഷ്ടാഗ്സ് ഫോർ യൂട്യൂബ്. ഞാൻ ജസ്റ്റ് ഇവിടെ അടിച്ചു കൊടുക്കാൻ പോവാണ്. ഇതുണ്ടോ, സെക്കൻഡുകൾക്കുള്ളിൽ അവിടെ വരുന്നു. അത് 2 സെക്കൻഡ് കൊണ്ട് നമുക്ക് അതിൻ്റെ ഇത് കിട്ടണം. നമ്മൾ എവിടെയും തപ്പിപ്പോണം. നമ്മൾ ഗൂഗിളൊക്കെ കയറി സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ എത്ര നേരം സെർച്ച് ചെയ്തിട്ട് പല ലിങ്കിലൊക്കെ കയറി ക്ലിക്ക് ചെയ്തിട്ടില്ല നമുക്ക് കിട്ടുള്ളൂ. ഇതാ അവിടെ ജസ്റ്റ് കിട്ടിയേ. ഇതാ ഹിയർ സം പോപ്പുലർ മലയാളം കുക്കിംഗ് ചാനൽസ് വൈറൽ ഹാഷ്ടാഗ് ഫോർ യൂട്യൂബ്. ഇതാ നോക്കുന്നത് നിങ്ങളിപ്പം വീഡിയോ ഇട്ടിട്ട് നിങ്ങൾ എന്താണോ ഉണ്ടാക്കുന്നത് അതിൻ്റെ ഹാഷ്ടാഗ് കൊടുത്താൽ ഉറപ്പായിട്ട് നിങ്ങളുടെ ചാനലിൽ സെർച്ചിങ്ങിൽ വരുന്നത് 100%. ഞാൻ പരീക്ഷ നോക്കിയതാണ് കേട്ടോ. എന്താ മലയാളം കുക്കിംഗ്, കേരള ഫുഡ്, മലയാളി റെസിപ്പീസ്, കുക്കിംഗ് മലയാളം, കേരള ക്യൂസിൻസോ, പിന്നെ സൗത്ത് ഇന്ത്യ ഫുഡ്, വെജിറ്റേറിയൻ റെസിപ്പീസ്. ഇതുണ്ടോ എത്ര ഹാഷ്ടാഗാണ്. യു ക്യാൻ ഓൾസോ ഹാഷ്ടാഗ് റിലേറ്റഡ് സ്പെസിഫിക് ഡിഷസ്, ഇൻഗ്രീഡിയൻസ് ഓർ കുക്കിംഗ് മെത്തേഡ്. നിങ്ങൾക്ക് നിങ്ങളുടെ എന്താണോ കണ്ടന്റ് അതിനനുസരിച്ചുള്ള സംഭവം ഇടാനാണ് ഇവിടെ പറഞ്ഞേക്കുന്നത് കേട്ടോ. സൈഡ് റെസിപ്പി, ഇടിയപ്പം റെസിപ്പി, കണ്ടോ, അപ്പം റെസിപ്പി, കരിമീൻ പൊള്ളിച്ചത്, കണ്ടോ എത്ര സംഭവങ്ങളാണ് ഹാഷ്ടാഗായിട്ട് വന്നേക്കുന്നത്. അപ്പോൾ ഇതുപോലെ തന്നെ നിങ്ങൾക്ക് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള വേറൊരു കാര്യമാണ് കീവേഡ്സ്. അപ്പോൾ അത് കീവേഡ്സ് നമുക്ക് എന്താണോ നമ്മുടെ കണ്ടന്റ്, ആ കണ്ടന്റ് എന്ന് വെച്ചാൽ നമ്മുടെ ചാനലിൻ്റെ എന്താണോ അത് വെച്ചുള്ള കീവേഡ്സ് നമുക്ക് ഉണ്ടാകും. ഞാൻ ജസ്റ്റ് ടൈപ്പ് ചെയ്ത് കാണിച്ചു തരാം. എൻ്റെ ടെക് ചാനലാണല്ലോ, ഞാൻ ടെക്കിൻ്റെ അല്ലെങ്കിൽ ഞാൻ വേറെ എന്തെങ്കിലും കാണിച്ചു. ഇപ്പോൾ നമ്മൾ 2 എണ്ണത്തിനെ കാണിച്ചു. അപ്പോൾ നമുക്ക് ലൈഫ് സ്റ്റൈൽ വ്ളോഗ്, ഇപ്പോൾ ലൈഫ് സ്റ്റൈൽ വ്ളോഗ് ചെയ്യുന്ന ആൾക്കാരുണ്ടല്ലോ. അപ്പോൾ യൂട്യൂബ് ലൈഫ് സ്റ്റൈൽ വ്ളോഗ്സ് വൈറൽ കീവേഡ്സ്. ഓക്കെ, അപ്പോൾ ഞാൻ ജസ്റ്റ് സെൻഡ് ചെയ്യണം മെസ്സേജ്. 2 സെക്കൻഡ് മതി സംഭവം വരാൻ വേണ്ടി. ഹിയർ ആർ സം പോപ്പുലർ യൂട്യൂബ് ലൈഫ് സ്റ്റൈൽ വ്ളോഗ് വൈറൽ കീവേഡ്സ്. നോക്കി നിങ്ങൾ കണ്ടോ, അതായത് എത്ര കീവേഡ്സ് ആണ് വന്നേക്കുന്നത് നോക്കിക്കോളെ. 15 കീവേഡ്സ് വന്നിട്ടുണ്ട്. ലൈഫ് സ്റ്റൈൽ വ്ളോഗ്, ഡെയിലി വ്ളോഗ്, വ്ളോഗ് ലൈഫ്, ലൈഫ് സ്റ്റൈൽ ഡയറി, ഡേ ഇൻ ദ ലൈഫ്, മോർണിംഗ് റൊട്ടീൻ. ഉണ്ടോ ഇതൊക്കെ വൈറലായിട്ടുള്ള കീവേഡ്സാണ്. പിന്നെ ഇതാ മിനിമാലിസം, സൂട്ടബിലിറ്റിയോ, വെൽനെസ്, സെൽഫ് കെയർ, ഫിറ്റ്നസ്, മോട്ടിവേഷൻ. കണ്ടോ ഇതൊക്കെ നമുക്ക് നമ്മുടെ ഇതിൽ ഉപയോഗിക്കാനുള്ള ലൈഫ് സ്റ്റൈൽ വ്ളോഗിനകത്ത് ഉപയോഗിക്കാനുള്ള കീവേഡ്സാണ്. അപ്പോൾ ഗൈസ്, ഇത് മാത്രമല്ല, നിങ്ങൾക്ക് എന്തും സെർച്ച് ചെയ്യാം. നിങ്ങൾക്ക് യൂട്യൂബുമായി ബന്ധപ്പെട്ട എന്ത് കാര്യങ്ങൾ സെർച്ച് ചെയ്ത് നിങ്ങൾക്ക് വൈറലാക്കാം. ഞാനിപ്പോൾ ജസ്റ്റ് വേറെ കാര്യം ചെയ്താൽ ഹൗ ടു വൈറൽ യൂട്യൂബ് ചാനൽ, അത് നമുക്ക് ജസ്റ്റ് സെർച്ച് ചെയ്ത് നോക്കാം എന്നാ സംഭവിക്കുമെന്ന്. നിങ്ങൾ സെർച്ച് ചെയ്തിട്ടില്ല ഹൗ ടു വൈറൽ എ യൂട്യൂബ് ചാനൽ. ഓക്കെ, ജസ്റ്റ് സെർച്ച് ചെയ്യുകയാണ്. സെർച്ച് ചെയ്ത് 2 സെക്കൻഡ് കൊണ്ട് നിങ്ങൾ കണ്ടോ 2 സെക്കൻഡ് എടുത്തോളൂ, 2 സെക്കൻഡ് എടുത്തില്ല. ഹിയർ ആർ സം ടിപ്സ് ഓഫ് ഹെൽപ്പ് യൂട്യൂബ് ചാനൽ ടു വൈറൽ. കണ്ടോ വൈറലാകാനുള്ള ടിപ്സാണ് ഇവിടെ പറഞ്ഞേക്കുന്നത്.
ക്രിയേറ്റ് യുണീക്ക് ആൻഡ് എൻഗേജിങ് കണ്ടന്റ്. അതായത് നിങ്ങൾ മേക്ക് യുവർ വീഡിയോസ് അറ്റൻഷൻ ഗ്രാബിങ് ഇൻഫോർമേറ്റീവ് ആൻഡ് എൻ്റർടൈനിങ്. നിങ്ങൾ യുണീക്കും അതായത് എൻഗേജിങ് ആയിട്ടുള്ള, അതായത് ഇപ്പം നമ്മുടെ ട്രെൻഡിങ് ആയിട്ടുള്ള കണ്ടന്റുകൾ, നമ്മളെപ്പോഴും വീഡിയോ പറയുന്ന കാര്യങ്ങളാണ് ഇവിടെ ഈ മെറ്റയും പറഞ്ഞു തരുന്നത്. എൻഗേജിങ് ആയിട്ടുള്ള കണ്ടന്റ്, നിങ്ങൾക്ക് യൂട്യൂബ് ചാനൽ വൈറലാക്കാനുള്ള കണ്ടന്റുകൾ നിങ്ങൾ തിരഞ്ഞെടുക്കുക. അത് നിങ്ങൾ ഉറപ്പ് വരുത്തണം. മേക്ക് ഷുവർ യുവർ വീഡിയോസ് അറ്റൻഷൻ ഗ്രാബിങ് ഇൻഫോർമേറ്റീവ്. അത് മറ്റുള്ളവർക്ക് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ളതും ഉപകാരപ്രദമായിട്ടുള്ളതും എൻ്റർടൈൻമെൻ്റ് ആയിട്ടുള്ള സംഭവങ്ങൾ നിങ്ങൾ അതിൻ്റെ അകത്ത് ഉൾപ്പെടുത്തണം. ഓക്കെ, അതായത് ഇപ്പം നിങ്ങൾ നിലവിലുള്ള സംഭവങ്ങൾ, നിങ്ങൾ ഇടുന്ന കണ്ടന്റുകൾ ട്രെൻഡിങ് ആയിരിക്കണം. ആ ട്രെൻഡിങ് ആയിട്ടുള്ള കണ്ടന്റ് മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുന്നതും എൻ്റർടൈൻമെൻറ്റും ആയിരിക്കണം. ഓക്കെ, രണ്ടാമത്തെ സംഭവം യൂസ് ക്യാച്ച് ടൈറ്റിൽസ് എസ് ടാഗ്സ്. നമ്മളെല്ലാ ദിവസവും പറയാനുള്ള കാര്യമാണ്. നിങ്ങളുടെ ടൈറ്റിലും ടാഗും കൂടുതൽ ബെറ്റർ ആക്കുക. ഓക്കെ, പീപ്പിൾ ഫൈൻഡ് യുവർ വീഡിയോസ് ഉണ്ടോ. യൂസ് റെലവൻറ്റ് കീവേഡ്സ് ആൻഡ് ടാഗ് ഹെൽപ്പ് പീപ്പിൾ ഫൈൻഡ് യുവർ വീഡിയോസ്. മൂന്നാമത്തെ കാര്യമാണ് തമ്പനെയിൽസ് മാറ്റർ. കണ്ടോ, ക്രിയേറ്റ് ഐ കാച്ചിങ്, അതായത് പെട്ടെന്ന് ആൾക്കാർക്ക് അട്രാക്റ്റ് ചെയ്ത് കിട്ടുന്ന തമ്പനെയിൽ. അതായത് ആൾക്കാർ നമ്മളിപ്പം തമ്പനെയിൽ എഴുതുന്ന സമയത്ത് ഈ സംഭവം പെട്ടെന്ന് ആൾക്കാർക്ക് വായിക്കാൻ പറയണം. അതിപ്പം കളറും കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ ആലോചിക്കണം. പിന്നെ തമ്പനെയിൽ അതായത് സോഫ്റ്റ്വെയർ ദ മെയിൻ ടോപ്പിക് ഓഫ് യുവർ വീഡിയോ. ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ട കണ്ടന്റ് മാത്രമേ ഇടാവുള്ളൂ. ഓക്കെ, പിന്നെ പ്രൊമോട്ട് യുവർ ചാനൽ, ഷെയർ യുവർ വീഡിയോസ് ആൻഡ് സോഷ്യൽ മീഡിയ ഫോക്കസ് ആൻഡ് ഓൺലൈൻ കമ്മ്യൂണിറ്റീസ് റീച്ച് ബ്രോഡ്കാസ്റ്റ് ഓഡിയൻസ്. നിങ്ങളുടെ വീഡിയോസ് നിങ്ങൾക്ക് നിങ്ങളുടേതായ രീതിയിൽ മറ്റുള്ളവരുടെ വെച്ചിട്ട് നമുക്ക് പ്രൊമോട്ട് ചെയ്യിപ്പിക്കാം. നിങ്ങളുടെ ജിമെയിൽ ഐ ഡിയിൽ നിന്ന് പ്രൊമോട്ട് ചെയ്യരുത്, മറ്റുള്ള ജിമെയിൽ ഐ ഡിയിൽ നിന്ന് നിങ്ങൾക്ക് പ്രൊമോട്ട് ചെയ്യാം. പിന്നെ എൻഗേജ് വിത്ത് യുവർ ഓഡിയൻസ്, അതായത് എൻഗേജ് ചെയ്യിപ്പിക്കുക. റെസ്പോണ്ട് ടു കമൻറ്റ്, ആസ്ക് ഫോർ ഫീഡ്ബാക്ക് ആൻഡ് ഇൻട്രാക്ട് വിത്ത് യുവർ വ്യൂവേഴ്സ്, ബിൽഡ് ലോയൽ ഫോളോയിങ്. ഓക്കെ, അടുത്തായിട്ട് കൊളാബറേറ്റ് വിത്ത് യുവർ അതർ ക്രിയേറ്റേഴ്സ്. നിങ്ങളുടെ ചാനൽ ബെറ്റർ ആക്കാൻ അടുത്ത ഓപ്ഷനാണ് പറയുന്നത്. നിങ്ങൾക്ക് മറ്റുള്ള റീച്ചുള്ള ക്രിയേറ്റേഴ്സുമായിട്ട് കൊളാബ് ചെയ്തിട്ട് നിങ്ങളുടെ ചാനൽ നിങ്ങൾക്ക് റീച്ച് ആക്കാനാവും, നിങ്ങളുടെ വീഡിയോസ് റീച്ച് ആക്കാനാവുന്നതാണ്. കൺസിസ്റ്റൻസി ഈസ് കീ. കണ്ടോ, അതാണ് ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ്, മെറ്റയും പറയുന്നത്. റെഗുലറി അപ്ലോഡ് ഹൈ ക്വാളിറ്റി കണ്ടന്റ് ടു കീപ്പ് യുവർ ഓഡിയൻസ് എൻഗേജ്ഡ്. അതായത് നിങ്ങളുടെ വീഡിയോൻ്റെ അകത്തോട്ട് നിങ്ങൾക്ക് എൻഗേജ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് ഹൈ ക്വാളിറ്റി കണ്ടന്റ്, ഓഡിയോ ക്വാളിറ്റി വേണം, വീഡിയോ ക്വാളിറ്റി വേണം, പിന്നെ കണ്ടന്റ് ക്വാളിറ്റി വേണം. ഈ രണ്ട് ക്വാളിറ്റി വിട്ട് കഴിയുമ്പോൾ നിങ്ങൾ കണ്ടന്റ് ക്വാളിറ്റി കുറയ്ക്കാൻ പാടില്ല. അപ്പോൾ ആ ഒരു ക്വാളിറ്റിയും കൂടെ വേണം. ഓക്കെ, ഒപ്റ്റിമൈസ് സിഒ, എൻഷുർ യുവർ വീഡിയോസ് മെറ്റാ ഡാറ്റ ഡിസ്ക്രിപ്ഷൻസ് ആൻഡ് ടാഗ് ആൻഡ് ഒപ്റ്റിമൈസ്ഡ് ഫോർ യൂട്യൂബ് സെർച്ച് അൽഗോരിതം. യൂട്യൂബിൻ്റെ സെർച്ച് അൽഗോരിതത്തിൽ വരുന്ന ഡാറ്റകൾ നിങ്ങൾ സെർച്ച് ചെയ്ത് കണ്ടുപിടിച്ചിട്ട് അത് വേണം ചെയ്യാൻ വേണ്ടി. അനലൈസ് ദ അഡ്ജസ്റ്റ്, യൂസ് യൂട്യൂബ് അനലിറ്റിക്സ് ടു ട്രാക്ക് യുവർ പെർഫോമൻസ്, അണ്ടർസ്റ്റാൻഡ് വാട്ട് വർക്ക്സ് ആൻഡ് അഡ്ജസ്റ്റ് യുവർ സ്ട്രാറ്റജി അക്കോർഡിംഗ്ലി. പിന്നെ ബി ഓതന്റിക് ആൻഡ് പേഷ്യൻ്റ്, നല്ല ക്ഷമ വേണം കേട്ടോ. അതാണ് എല്ലാവരും ഇതടക്കം നമ്മൾ പറയുന്നുണ്ട്. മെറ്റ പറഞ്ഞത് നല്ല യൂട്യൂബിനകത്ത് വീഡിയോ ചെയ്യുന്നുണ്ടെങ്കിൽ ഇതിന് യൂട്യൂബിൽ ചാനൽ വൈറലാകാൻ വേണ്ടി ടൈം എടുക്കും, എഫേർട്ട് വേണം. അതായത് നല്ല കഷ്ടപ്പാടുണ്ട്. ആൻഡ് ഓതൻസിറ്റി, അതിൻ്റെ മലയാളം ഒന്നും എനിക്കറിയാനുള്ള വിവരം എനിക്കില്ല, എന്നാലും ഞാൻ പറഞ്ഞുതരാം. സ്റ്റേ ട്രൂ ടു യുവർ ബ്രാൻഡ് ആൻഡ് വാല്യൂസ്. നിങ്ങളുടെ മറ്റുള്ളവരെ ഉപദ്രവിക്കാത്ത രീതിയിലുള്ള കണ്ടന്റുകൾ, നമ്മുടെ നല്ല രീതിയിലുള്ള കണ്ടന്റുകൾ പരമാവധി ഉൾപ്പെടുത്തുക. ക്ഷമ വേണമെന്നാണ് പറയുന്നത് കേട്ടോ. ഇപ്പോൾ ലീവേജ് സോഷ്യൽ മീഡിയ, ഷെയർ യുവർ വീഡിയോസ് ഓൺ ഇൻസ്റ്റാഗ്രാം, ടിക്ടോക്ക്, ട്വിറ്റർ ആൻഡ് അതർ പ്ലാറ്റ്ഫോം ടു റീച്ച് ബ്രോഡ്കാസ്റ്റ് ഓഡിയൻസ്. ഓക്കെ, ഹോസ്റ്റ് ഗീവ് അവേസ് കോണ്ടസ്റ്റ്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ചാനൽ വൈറലാക്കാനുള്ള വേറൊരു കാര്യമാണ്, കൈ പൈസ ഉണ്ടെങ്കിൽ ഒരു കുഴപ്പമില്ല, വൈറലാക്കാം. നിങ്ങൾക്ക് ഗീവ് അവേ കൊടുക്കാം കേട്ടോ. നിങ്ങളുടെ ചാനലിനകത്ത് ഗീവ് അവേ കൊടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് പെട്ടെന്ന് നിങ്ങളുടെ ചാനൽ വൈറലാകാനുള്ള സാധ്യത ഉണ്ട്, ആൾക്കാർ കൂടുതൽ വീഡിയോസ് കാണും. പിന്നെ യൂട്ടിലൈസ് യൂട്യൂബ് ഫീച്ചേഴ്സ്, യൂസ് യൂട്യൂബ് ഫീച്ചേഴ്സ് ലൈക്ക് കാർഡ് ആൻഡ് എൻഡ് സ്ക്രീൻ ആൻഡ് അനോട്ടേഷൻസ്. എനിക്ക് വായിക്കാൻ പോലും പറ്റുന്നില്ല. ടു എൻഹാൻസ് യുവർ വീഡിയോസ്. കണ്ടോ, അതായത് യൂട്യൂബിൻ്റെ അകത്ത് കാർഡ്, എൻഡ് സ്ക്രീൻ എന്നൊക്കെ പറഞ്ഞ ഓപ്ഷൻ നിങ്ങൾക്ക് കാണാം, പ്ലേലിസ്റ്റ് ഒക്കെ ഉണ്ട്. അതേപോലെ തന്നെ കാര്യങ്ങളൊക്കെ നിങ്ങൾ പരമാവധി യൂട്ടിലൈസ് ചെയ്യണമെന്നാണ് പറയുന്നത്. പിന്നെ അടുത്തതായിട്ട് ലാസ്റ്റായിട്ട് തന്നെ സ്റ്റേ അപ്പ് ടു ഡേറ്റ് വിത്ത് യൂട്യൂബ് അൽഗോരിതം, കീപ്പ് ആൻ ഐ ഓൺ യൂട്യൂബ് അൽഗോരിതം, ചേഞ്ചസ് ആൻഡ് അഡ്ജസ്റ്റ് യുവർ സ്ട്രാറ്റജി അക്കോർഡിംഗ്ലി. അതായത് അവസാനമായിട്ട് യൂട്യൂബ് ഇത് മെറ്റ നമുക്ക് പറഞ്ഞു തരുന്ന കാര്യം എന്ന് വെച്ചാൽ, യൂട്യൂബിൻ്റെ അൽഗോരിതം ഓരോ സമയത്ത് മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മൾ എന്ത് ചെയ്യണം, അത് നമ്മൾ യൂട്യൂബിൻ്റെ അൽഗോരിതത്തിലോട്ട് നമ്മൾ എപ്പോഴും ഐ കോൺടാക്ട് വേണം. അതായത് നമ്മൾ എപ്പോഴും അത് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കണം. എന്താണ് യൂട്യൂബിൽ അൽഗോരിതം മാറിക്കൊണ്ടിരിക്കുന്നത്, എന്താണ് അത് നമ്മൾ മനസ്സിലാക്കണം എപ്പോഴും. എന്നിട്ട് അതിനനുസരിച്ചുള്ള വീഡിയോ വേണം നമ്മൾ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യാൻ വേണ്ടി. അപ്പം ഈ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ 99%, ബാക്കി ഭാഗ്യമാണ്, 99% നിങ്ങളുടെ ചാനൽ വൈറലാകാനുള്ള സാധ്യതയുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ എഴുതി കാണിക്കുന്നുണ്ട്, റിമെമ്പർ ഗോയിങ് വൈറൽ ഓൺ യൂട്യൂബ് റിക്വയർസ് കോമ്പിനേഷൻ ഓഫ് ദീസ് ഫാക്ടേഴ്സ്, കൺസിസ്റ്റൻസി ആൻഡ് എ ബിറ്റ് ഓഫ് ലക്ക്. കണ്ടോ, അതാണ് പറയുന്നത്. അതായത് കൺസിസ്റ്റൻസി, ഇത് നമ്മൾ വൈറലാകാനുള്ള കാര്യം എന്ന് വെച്ചാൽ കൂടുതലും കൺസിസ്റ്റൻസിയാണ് മെനുവായിട്ട് വേണം. നമ്മൾ ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് നല്ല കൺസിസ്റ്റൻസി വീഡിയോ ചെയ്യുക.
പിന്നെ എ ബിറ്റ് ഓഫ് ലക്ക്, കുറച്ച് ഭാഗ്യം കൂടെ വേണം. ഫോക്കസ് ഓൺ ക്രിയേറ്റിംഗ് ഹൈ ക്വാളിറ്റി കണ്ടന്റ് ആൻഡ് എൻഗേജിങ് വിത്ത് യുവർ ഓഡിയൻസ്, ബിൽഡ് എ ലോയൽ ഫോളോവിങ്. ഓക്കെ, അപ്പോൾ നല്ല ഹൈ ക്വാളിറ്റി കണ്ടന്റ്. ഹൈ ക്വാളിറ്റി എന്ന് പറയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അതും ഇതുമായിട്ടുള്ള വീഡിയോസ് ഇടരുത്. ഓഡിയോ ക്വാളിറ്റിയും വീഡിയോ ക്വാളിറ്റി വേണം, അതിന് കൂടെ തന്നെ കണ്ടന്റ് ക്വാളിറ്റിയും കൂടെ വേണം. അതാണ് നമ്മുടെ മെറ്റ പറഞ്ഞു തരുന്നത്. ഓക്കെ, അപ്പോൾ ഗൈസ് ഞാനിത് കാര്യങ്ങൾ പറഞ്ഞിട്ട് ഈ വണ്ടിയിൽ ഉള്ളിൽ കുത്തുന്ന തളർന്നു പോയി കേട്ടോ. അതെന്ന് വെച്ചാൽ ഇതിൻ്റെ ഉള്ളിൽ ചൂടാണ്. ഗൈസ് ഞാൻ സത്യം പറയണം, ആത്മാർത്ഥമായിട്ട് മനസ്സിൽ തട്ടി പറഞ്ഞ കാര്യമാണ്. ഇത്രയ്ക്ക് ക്ലിയർ ആയിട്ട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി തരുന്ന ഒരു ഫ്രണ്ട് പോലും നമ്മുടെ വീട്ടിലുള്ള ആൾക്കാർ പോലും ഉണ്ടാവില്ലെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അതായത് ഞാൻ പോലും നിങ്ങൾക്ക് ഇത്ര ക്ലിയർ ആയിട്ട് പറഞ്ഞ് എനിക്ക് മനസ്സിലാക്കി തരാനാവില്ല. ഇത് നിങ്ങൾക്ക് അത്യാവശ്യം ഒരു വിവരം ഉണ്ടെങ്കിൽ, ഈ ഒരു 10ാം ക്ലാസ് വരെ പഠിച്ച ആൾക്കാരാണെങ്കിൽ സുഖമായിട്ട് നിങ്ങൾക്ക് ഇതിനകത്ത് കയറി സെർച്ച് ചെയ്തിട്ട് നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ നല്ല പക്കായിട്ട് കാര്യം മനസ്സിലാവും. ആരും പറഞ്ഞു തരുന്ന കാര്യം നിങ്ങൾ നോക്കേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് കറക്റ്റായിട്ടുള്ള പോയിന്റുള്ള കാര്യങ്ങൾ അവിടെ പറഞ്ഞ് മനസ്സിലാക്കി തരുന്നുണ്ട്. ആ ജസ്റ്റ് അതിൻ്റെ മലയാളത്തിൽ വേണമെന്നുണ്ടെങ്കിൽ അത് മലയാളത്തിൽ വിട്ട് തരും. ഓക്കെ, ഞാനിപ്പം ഫുൾ ഇംഗ്ലീഷിലാണ് ഇട്ടത്. അവിടെ സെർച്ച് ചെയ്യുമ്പം ഇന്ന കണ്ടന്റ് മലയാളം എന്നടിച്ച് കഴിഞ്ഞാൽ അവിടെ മലയാളത്തിലുള്ള സംഭവം വരും. ഓക്കെ, അപ്പം മലയാളത്തിൽ സാധാരണക്കാർക്കും പറഞ്ഞ് മലയാളത്തിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് ഇംഗ്ലീഷിൽ ടൈപ്പ് ചെയ്യേണ്ട, നിങ്ങൾക്ക് മംഗ്ലീഷ് കീബോർഡ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മലയാളത്തിന് ടൈപ്പ് ചെയ്തിട്ട് എടുക്കാനാവും സാധാരണക്കാർക്ക്. ഓക്കെ, അപ്പോൾ 10ാം ക്ലാസ് പോലും വ്യത്യാസം വേണ്ട. സാധാരണക്കാർക്ക് മലയാളം എഴുതാൻ അറിയുന്ന ആൾക്കാർക്കും ഈ സംഭവം സുഖമായിട്ട് നിങ്ങളുടെ യൂട്യൂബ് ചാനലുമായിട്ട് ബന്ധപ്പെട്ട ഗ്രോ ചെയ്യാനുള്ള എല്ലാ യൂട്യൂബ് ചാനലിൻ്റെ മാത്രമല്ല എല്ലാ കാര്യവും കിട്ടും. ഇത് സത്യം പറഞ്ഞ കാര്യം ഞാൻ ഇന്നലെയാണ് ഇതിനെക്കുറിച്ച് പഠിച്ചതും ഇതിനെക്കുറിച്ച് വീഡിയോ ചെയ്യണമെന്ന് ആഗ്രഹിച്ചത്. എനിക്കൊരു ഉപകാരം കിട്ടിക്കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു നിങ്ങൾക്കും കൂടെ അത് കിട്ടണമല്ലോ. അതാണ് ഞാൻ ഇന്നൊരു വീഡിയോ ചെയ്യാനുള്ള സാധ്യത ചെയ്തത്. കാരണം വെച്ചാൽ ഞാൻ ഇന്നലെ ചെയ്തപ്പോൾ ഞാൻ എൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ സെർച്ച് ചെയ്ത് നോക്കിയപ്പോൾ ഗൈസ് ഞെട്ടിപ്പോയി. കാരണം വെച്ചാൽ ഇത്രയ്ക്ക് ക്ലിയർ ആയിട്ട് ഞാൻ ഒരു പ്ലാറ്റ്ഫോമിൽ ഞാൻ കണ്ടില്ല ഇങ്ങനൊരു സംഭവം. ഇത് എനിക്ക് തോന്നുന്ന ലോകത്തിൽ ഏറ്റവും ഭയങ്കര ഉപകാരപ്പെട്ട ഒരു സംഭവമായിട്ട് ഇന്ന് വന്നേക്കുവാണ്. അപ്പം പ്രത്യേകിച്ച് ന്യൂ യൂട്യൂബേഴ്സിന് ഒരാളോട് സംശയം ചോദിക്കാൻ പോകണ്ട. എന്ത് കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ ആ സ്പോട്ടിൽ 2 സെക്കൻഡ് കൊണ്ട് നിങ്ങൾക്ക് മറുപടി കിട്ടും. അപ്പം ഞാൻ ഒരിക്കലും അതിനെ പ്രൊമോട്ട് ചെയ്യാനൊന്നും പറയുന്നില്ല, ഒരു വാട്സപ്പിന് ഒരു കാര്യം പ്രൊമോട്ട് ചെയ്യാൻ പറയുന്നില്ല. പക്ഷേങ്കിൽ നിങ്ങൾക്ക് എൻ്റെ ഫാമിലിക്ക് ഉപകാരപ്പെടുന്ന ഒരു കാര്യമാണ് മാത്രമാണ് ഞാൻ ഇന്നൊരു വീഡിയോ ചെയ്തത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഇതുവരെ സബ് ചെയ്യാത്ത ആൾക്കാരാണ് ഒന്ന് സബ് ചെയ്തേക്കുക, പിന്നെ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക, ബെല്ലൈക്കൺ അമർത്തിയേക്കുക. അപ്പോൾ ഇനിയും ഉപകാരപ്പെടുന്ന ഒരുപാട് വീഡിയോസായിട്ട് നമ്മൾ വരുന്നുണ്ട്. അതുവരെ ബൈ.